ഗൈസ് നമ്മൾ മൈസൂർ സൂവിലേക്ക് എൻ്റർ ചെയ്തതാണ്. ഓക്കെ, ബാക്കി കാഴ്ചകൾ കാണാം. നമ്മളാദ്യം ഈ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് അവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ കണ്ടത് കുറേ പക്ഷികളുടെ ശൃംഖല തന്നെയാണ്. ഫുൾ ഓഫ് പക്ഷികൾ, ഫുൾ വെറൈറ്റീസ് ഓഫ് പക്ഷികൾ, പല നിറത്തിലും പല ഭാവത്തിലുമുള്ള പക്ഷികൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ പക്ഷികളുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ എത്തിയത് പുലികളുടെ മുന്നിലേക്കാണ്. പുലികൾ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഉലാത്തുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. അടുത്തതായി വരയൻ കുതിര അല്ലെങ്കിൽ സീബ്രയാണ് നമ്മളെ മുന്നിലുള്ളത്. പിന്നെ ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആനകളും മസിൽ പിടിച്ച് നിൽക്കുന്ന കാട്ടികളും ഉണ്ടായിരുന്നു. നമ്മളീ കാണുന്നത് നല്ല വയസ്സുള്ള ഒരു ഒറ്റക്കൊമ്പനെയാണ്. അതിനുശേഷം ഇതാ നമ്മൾ കാട്ടികൾ, അധികം പ്രായമെത്താത്ത കാട്ടികളാണെന്ന് തോന്നുന്നു, മസിൽ കുറവാണ്. പിന്നെ നമ്മൾ മാനുകൾ, കസ്തൂരിമാൻ വർഗത്തിൽപ്പെടുന്ന മാനുകളാണിത്. മാനുകളെ കണ്ടതിന് ശേഷം ഞങ്ങൾ എത്തിയത് കരടിയുടെ മുന്നിലേക്കാണ്. കരടി നല്ല മൂഡിലെല്ലാം തോന്നുന്നു, ഉച്ചമയക്കത്തിൻ്റെ ഹാങ് ഓവറിലാണെന്ന് തോന്നുന്നു. കരടിയുടെ തൊട്ടടുത്തായി കാണ്ടാമൃഗമാണുള്ളത്. കാണ്ടാമൃഗം പുല്ല് തിന്നുകയാണ്, ഉച്ച ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കങ്കാരുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കങ്കാരു. നമ്മൾ അടുത്തത് കാണുന്നത് മാനുകളെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മാനുകളല്ല, വ്യത്യസ്തമായ ഒരു മാൻവർഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഈയ ജന്തുക്കളുടെ അടുത്തേക്കാണ്. പാമ്പുകൾ, അനാക്കൊണ്ട മുതൽ മലമ്പാമ്പ്, എല്ലാവിധ പാമ്പുകളുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഗ്രീൻ അനാക്കൊണ്ട എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പിനെയാണ്. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ആണ് നമ്മൾ ഈ കാണുന്നത്, ഹിപ്പോപ്പൊട്ടാമസ്. നമ്മളതിന് ശേഷം നേരെ എത്തിയത് കടുവയുടെ മുന്നിലേക്കാണ്. കടുവയുടെ ഒരു റാംബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അത്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റി. പുലിയുടെ റാംബാക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെത്തിയത് നിശ്ചലമായ മുതലയുടെ അടുത്തേക്കാണ്. അടുത്തതായി പക്ഷികളുടെ ഒരു കലവറ, വേറെ തന്നെ ഒരു കലവറയിലേക്കാണ് ഞങ്ങൾ എത്തിയത്. പല രീതിയിലുള്ള പക്ഷികളും അരയന്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനമായി ഞങ്ങൾ കണ്ടത് ജിറാഫിനെയാണ്. ജിറാഫിൻ്റെ പല രീതിയിലുള്ള കളികളും നടത്തങ്ങളും ഇതിൻ്റെയും ഒരു റാംബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഗൈസ്, വീഡിയോ അവസാനിക്കുന്നതാണ്. വീണ്ടും സന്ധിക്കും വരെ ഗുഡ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.